ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മളെ ഈ പകൽക്കാലം വിനിയോഗിച്ച കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് ഒരു ചിന്താ വിശേഷമായി നിങ്ങളെ മുന്നിലായിരിക്കുന്നു. ആരോഗ്യം സംരക്ഷിക്കാൻ ദിവ്യ ഉപദേശം പിന്തുടരുക എന്ന ഒരു തലക്കെട്ടോടു കൂടിയുള്ള ഒരു വചനമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. നമുക്ക് അല്പമായി ചിന്തിക്കാം. അതിനായി നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 17-18 വേദഭാഗങ്ങൾ. പുറപ്പാട് 18-ന്റെ 17-18 വേദഭാഗങ്ങൾ. അവിടെ ഇപ്രകാരം നമുക്ക് വായിക്കാം. അതിന് മോശയുടെ അമ്മായിയപ്പൻ അവനോട് പറഞ്ഞത്, നീ ചെയ്യുന്ന കാര്യം നന്നല്ല, നീയും നിന്നോട് കൂടെയുള്ള ഈ ജനവും ക്ഷീണിച്ചു പോകും. ഈ കാര്യം നിനക്ക് അതിഭാരമാകുന്നു. ഏകനായി അത് നിവർത്തിപ്പാൻ നിനക്ക് കഴിയുന്നതല്ല. ഈ കേട്ടതായ തിരുവചന ഭാഗങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും സുപരിതമായ ഒരു തിരുവചന ഭാഗമാണ്. നമുക്കറിയാം, മോശയുടെ അമ്മായിയപ്പനായ യിത്രോം തൻ്റെ ജനത്തെ നയിക്കുന്ന ആ സമയത്ത് ആ മരുഭൂമിയിൽ കടന്നു വരികയും അപ്പോൾ മോശയ്ക്ക് ഒരു ദിവ്യ ഉപദേശം കൊടുക്കുന്നതാണ് ഈ വചനത്തിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ ആ ഉപദേശം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഈ ജനത്തെ നയിക്കാതെ അവിടെ പ്രാപ്തിയുള്ള പുരുഷന്മാരിൽ നിന്നും 1000-ങ്ങൾക്ക് ഒരു അധിപൻ, അല്ലെങ്കിൽ 100 പേർക്ക് അധിപൻ, 50 പേർക്ക് അധിപൻ, 10 പേർക്ക്, ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് നിങ്ങൾ യാത്ര തുടരുമെങ്കിൽ അത് നിങ്ങൾക്ക് ഭാരമായിരിക്കില്ല, മറിച്ച് അത് ഏറ്റവും സുഖകരമായ യാത്രയ്ക്ക് അത് നല്ലതായിരിക്കും എന്നുള്ളൊരു ഉപദേശമാണ് അവിടെ കൊടുത്തത്. ആ ഉപദേശപ്രകാരം ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് മോശ ആ യാത്ര തുടർന്നപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഏറ്റവും ഭംഗിയായി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയെന്ന് അറിയുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരോഗ്യം സംരക്ഷിക്കുവാൻ ദിവ്യ ഉപദേശം പിന്തുടരണം, അല്ലെങ്കിൽ ഇവിടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു ദിവ്യ ഉപദേശം ഉണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. വിശുദ്ധ വേദപുസ്തകം നോക്കുമ്പോൾ നമുക്ക് ലേവ്യ പുസ്തകം 11-ാം അധ്യായം അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം, അവിടെ ഏറ്റവും ആരോഗ്യകരമായ ഒരു ദിവ്യ ഉപദേശമുണ്ട്. ഒരു മനുഷ്യൻ, ജീവനുള്ള മനുഷ്യൻ എന്തൊക്കെ ആഹാരം കഴിക്കാം, ഏതൊക്കെ കഴിച്ചുകൂടാ, പ്രത്യേകിച്ച് മാംസാദി ആഹാരങ്ങളെ പറ്റി നോക്കുമ്പോൾ അത് എന്തൊക്കെ കഴിക്കാം അല്ലെങ്കിൽ കഴിച്ചുകൂടാ എന്ന് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് അതിൻ്റെ ചില വാക്യങ്ങൾ വായിച്ചു പോകാം. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, നിങ്ങൾ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഭൂമിയിലുള്ള സകല മൃഗങ്ങളിലും നിങ്ങൾക്ക് തിന്നാവുന്ന മൃഗങ്ങൾ ഇവ. മൃഗത്തിൻ്റെ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് 2ആയി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതുമായതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. മാംസങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒട്ടകം അയവ് ഇറക്കുന്നെങ്കിലും കുളമ്പ് പിളർന്നിരിക്കാത്തത് കൊണ്ട് അത് നിങ്ങൾക്ക് അശുദ്ധമാകുന്നു. അതേപോലെ തന്നെ മറ്റ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചില മൃഗങ്ങളൊന്നും എന്ത് ചെയ്യില്ല, അത് കഴിച്ചുകൂടാന്ന്. പ്രത്യേകിച്ച് 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പന്നി കുളമ്പ് പിളർന്നതായി കുളമ്പ് 2ആയി പിരിഞ്ഞിരിക്കുന്നത് തന്നെ എങ്കിലും അയവിറക്കുന്ന ആയാൽ അത് നിങ്ങൾക്ക് അശുദ്ധമാകുന്നു. ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പന്നിയിറച്ചി കഴിക്കുന്ന മനുഷ്യരാണ് ഈ ലോകത്തുള്ളത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പന്നിയിറച്ചി നമുക്ക് കഴിച്ചുകൂടെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിച്ചുകൂടാന്ന് പറയുന്ന ആഹാരം നമുക്ക് കഴിച്ചുകൂടാ. എന്നാൽ ഇതെല്ലാം ഭക്ഷിച്ചിട്ട് ഇന്ന് രോഗത്തിന് അടിമയായിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ദിവ്യ ഉപദേശം നമ്മൾ ശിരസാ വഹിച്ച് സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായും ഇന്ന് കാണുന്നതായ പല രോഗങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ ഒരു ആത്മീയ മനുഷ്യനായി, നല്ല ആരോഗ്യമുള്ള ഒരു ആത്മീയ മനുഷ്യനായി നമുക്ക് നിലനിൽക്കാൻ കഴിയും. നമ്മോടൊരു ചോദ്യം ആരെങ്കിലും ചോദിക്കും, നിങ്ങൾ എങ്ങനെ നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കണമെന്നൊരു ചോദ്യം നമ്മളോട് ചോദിച്ചാൽ അതിന് ഏക ഉത്തരം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയമങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പാലിക്കണം. നിങ്ങളുടെ ജീവിതത്തിനൊരു നിയമം വെക്കണം. ഇന്ന ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇത്ര സമയത്ത് കഴിക്കണം, നല്ല വ്യായാമം ചെയ്യണം. ഇതൊക്കെയും ഒരു ജീവിത നിയമമായി നമ്മൾ സൂക്ഷിക്കുമെങ്കിൽ അതിനു ഉപരി നമ്മൾ കേട്ടതായ വചനങ്ങൾ കൂടി സംഗ്രഹിച്ചുകൊണ്ട് ഇന്ന മൃഗങ്ങളുടെ ആഹാരം കഴിക്കാവൂ
അത് കഴിക്കാത്ത ഏതൊക്കെയാണെന്ന് അത് ആ ലേവ്യ പുസ്തകം 1 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ പൂർണ്ണമായും ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു ആരോഗ്യ നിയമമായി നമ്മുടെ മുന്നിലിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഇന്ന് ആഹാരം കഴിച്ച് മരിക്കാതെ ആഹാരം ആവശ്യത്തിന് മാത്രം കഴിച്ച് ആരോഗ്യമുള്ളവരായി ജീവിക്കേണ്ടത് അത്യന്തം അപേക്ഷിതമാണ്. കാരണം ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നമ്മുടെ ശരീരത്തിൽ ദൈവം വസിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം വേണം. ഇന്ന് അനാരോഗ്യമായ ശരീരത്താലാണ് ഓരോ മനുഷ്യനും മുന്നോട്ട് പോകുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ കഴിക്കുന്നതായ ആഹാരങ്ങൾ, കുടിക്കുന്നതായ പാനീയങ്ങൾ, മറ്റ് ലഹരി വസ്തുക്കൾ, ഇതെല്ലാം ഒരു ഘടകമാണ്. ഒരു നല്ല ആത്മീയ മനുഷ്യൻ, ദൈവത്തിൻ്റെ പൈതലിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ നല്ല ആരോഗ്യവനായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇനിയും ചെല്ലുമ്പോഴും നമ്മൾ ആ ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കണമെന്നൊരു നിർബന്ധം ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ നിയമോപദേശങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിയമോപദേശങ്ങൾ പഠിച്ചുകൊണ്ട് ആ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആഹാരമായിരുന്നാലും മറ്റ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് ജീവിക്കുമെങ്കിൽ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ദൈവവയലായി നമുക്ക് ഈ ലോകത്ത് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുത്തു പോകാം. ഈ പകൽക്കാലം നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെയും വർജിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ലഘൂകരിച്ച് ഭക്ഷിച്ചുകൊണ്ട് നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമേൻ. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധന് നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹപ്പെട്ട പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഞങ്ങൾക്കിന്ന് തന്ന ആ നിയമോപദേശത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ജീവിച്ചു വളരുവാൻ, അവിടുത്തെ പ്രത്യാശയുള്ള വചനത്തിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കാണുന്നതായ മാരകമായ അസുഖത്താൽ ദൈവമേ മറ്റനേകം പേർ ഭാരപ്പെടുമ്പോൾ കർത്താവെ, ഒരു ദൈവ പൈതൽ എപ്രകാരം ജീവിക്കണമെന്നുള്ള ആ ഉപദേശം അവിടുന്ന് തന്നുവല്ലോ ദൈവമേ. ഞങ്ങൾക്ക് തുറന്നുള്ള നാടുകളൊക്കെയും ആ നിയമോപദേശത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം, ശക്തീകരിക്കണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി ചോദിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.